ഇതെന്താന്ന് മനസ്സിലായോ? ആ, ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ ചായയിൽ മുക്കി കഴിക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. കൊള്ളാവോ? എന്താ? അപ്പോൾ വൈറലായിട്ടുള്ള ഇറാനി ടീയും മസ്ക ബണ്ണും ഞാനും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിനായിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ടീ പൗഡർ ആണെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഏലക്കയാണ് കേട്ടോ. ഇനി 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ അടച്ചു വെച്ച് 15-20 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പുറത്തോട്ട് ആ ഒരു ആവി പോവാതെ നോക്കണം. ഇനിയിപ്പോൾ ഞാൻ 3 ബണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത്, ബട്ടറിന് പകരം ഓയിലായാലും മതി. ഇനി ഈ ഒരു ബണ്ണ് ചൂടാക്കി എടുക്കുക കേട്ടോ. ജസ്റ്റ് ബട്ടർ ഒന്ന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തും കൊടുക്കാം. ഇനിയിപ്പോൾ ഹോം മെയ്ഡ് ബണ്ണ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പിന്നെ ഈ ഒരു രീതിയിൽ കടയിൽ നിന്ന് വാങ്ങിച്ച ബണ്ണ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ഇനി ഒരു ബൗളിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാണ്. ബട്ടർ നിങ്ങൾക്ക് അളവിനനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ ആ ഒരു ക്രീം ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും അല്പം ഉപ്പും കൂടി ചേർത്ത് വിസ്ക് ഉപയോഗിച്ചോ ബീറ്റർ ഉപയോഗിച്ചോ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു ബണ്ണ് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബണ്ണിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്രീം കൂടുതൽ ഇഷ്ടം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രീം തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെക്കാം. ഇതുപോലെ ബാക്കി ബണ്ണും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കി 3 പീസസിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെച്ച ചായ ഒരു 15 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. പിന്നെ വേണ്ടത് പാലാണ് കേട്ടോ. പാല് 1.5 കപ്പോളം പാലാണ് ഞാൻ എടുത്തത്. അതും ഒന്ന് തിളപ്പിക്കാം. തിളച്ച് വരുമ്പം ഇതിലേക്ക് 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം ആ ഒരു ബ്ലാക്ക് ടീ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവറിൽ ഇറാനി ടീ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബണ്ണ് ഈ ഒരു ടീയിൽ മുക്കി കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2ആയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്ത് നല്ലതുപോലെ ആ ഒരു ക്രീമെല്ലാം ആയിട്ടുണ്ട്. ഇത് എന്നിട്ട് ഈ ഒരു ടീയിലോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ വൈറലായിട്ടുള്ള ആ ഒരു മസ്ക ബണ്ണും ഇറാനി ടീയും. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.